കോമ്പസ് മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും നിങ്ങൾക്കായി മോർണിംഗ് ഡിവോഷൻ നിത്യജീവ മൊഴികൾ കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ട ദിവസത്തിൽ നമുക്ക് ഓടി വന്നണയാൻ, നമ്മുടെ ഹൃദയം പകരാൻ, ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ യേശുവിൻ്റെ സന്നിധി പോലെ ഈ ഭൂമിയിൽ മറ്റൊരിടമില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മുടെ മനസ്സ് തുറക്കാൻ, ഹൃദയം പകരാൻ, ആശ്വാസം പ്രാപിക്കാൻ ഇത്ര നല്ല ഒരിടം ഈ ഭൂമിയിൽ മറ്റെങ്ങുമില്ല. നമ്മുടെ ദൈവം നമ്മെ കേൾക്കുന്നവനാണ്. നാം നമ്മുടെ മനസ്സ് തുറക്കുമ്പോൾ നാം പറയുന്നത് മുഴുവനും കേട്ടു നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ അറിയുന്നവനാണ്, നമ്മുടെ അവസ്ഥകളെ കാണുന്നവനാണ്. എന്നാൽ ഇന്ന് പകൽ നാം കേട്ട വചനം, ദൈവത്തിന് തൻ്റെ ഹൃദയം നമ്മോട് പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം മറച്ചു വയ്ക്കുന്നവനല്ല. നമ്മുടെ ദൈവം തൻ്റെ ഹൃദയത്തെ പങ്കുവയ്ക്കുന്നവനാണ്. നാം നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്നത് പോലെ, പങ്കുവയ്ക്കുന്നത് പോലെ നമ്മുടെ ദൈവവും തൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നവനാണ്. ദൈവം അബ്രഹാമിനോട് തൻ്റെ ഹൃദയം പങ്കുവയ്ക്കുമ്പോൾ, താൻ ചെയ്യുവാനിരിക്കുന്ന കാര്യം പറയുമ്പോൾ, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ഹൃദയം പകരുന്നത് സ്നേഹിതന്മാരോടാണ്. ദൈവം നമ്മുടെ സ്നേഹിതനായാൽ, ദൈവത്തിന് നാം ഓരോരുത്തരും സ്നേഹിതന്മാരായാൽ, ദൈവം തൻ്റെ ഹൃദയത്തെ നമ്മോട് പങ്കുവയ്ക്കും. എങ്ങനെയാണ് യേശുവിൻ്റെ സ്നേഹിതനാകുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നു. ഞാൻ അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ ഞാൻ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ദൈവം തൻ്റെ ഹൃദയം പങ്കുവയ്ക്കുന്നത് സ്നേഹിതന്മാർക്കാണ്. യേശുവിൻ്റെ സ്നേഹിതനാകാൻ നാം അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശത്ത് ഒരു അനർത്ഥം സംഭവിക്കാതിരിക്കാൻ നാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ ദൈവം ആ അനർത്ഥത്തെ നീക്കിക്കളയും. ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി മതിൽ കെട്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ ദൈവം ഒരു ദേശത്തോട് കരുണ കാണിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ദേശത്തോട് കരുണയുണ്ട്, സ്നേഹമുണ്ട്. ദേശത്തൊരു കാര്യം ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തിയിട്ടാണ് ദൈവം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ദേശത്ത് ഒരു പ്രവൃത്തി ദൈവം ചെയ്യുമ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിങ്ങളോട് ഹൃദയം പകരാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. അബ്രഹാമിനെ പോലെ
ദൈവത്തിൻ്റെ സ്നേഹിതനാകുക. അബ്രഹാം ദൈവത്തിൻ്റെ വചനത്തെ ബഹുമാനിച്ചതുപോലെ, അനുസരിച്ചതുപോലെ ദൈവവചനത്തെ സ്നേഹിക്കുക, അനുസരിക്കുക. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥനകൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് ഞങ്ങളെ വിളിക്കുക. എല്ലാ ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിങ്ങുകൾ നടന്നു വരുന്നു. ഇതിൻ്റെ ലിങ്ക് ID ലഭ്യമാകുവാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.